എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ, അതായത് നിലവിൽ കോളേജുകളിലുള്ള വേക്കൻസി അനുസരിച്ച് അതത് പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് അഡ്മിഷൻ, അതായത് 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെ, അതായത് ഓഗസ്റ്റ് 21 മുതൽ ഓഗസ്റ്റ് 31-ാം തീയതി വരെ അതത് സ്ഥാപനങ്ങളിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനായിട്ട് സ്പെഷ്യൽ രജിസ്ട്രേഷൻ, അതായത് പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള പോളിടെക്നിക്കിൽ പോയിക്കൊണ്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഓരോ പോളിടെക്നിക് കോളേജിലും എത്ര വീതം വേക്കൻസി ഉണ്ട് എന്നുള്ളത് വേക്കൻസി പൊസിഷൻ എന്നുള്ള ഈ ഒരു പോളിടെക്നിക് വെബ്സൈറ്റായി, അതായത് polyadmission.org എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ അഡ്മിഷൻ 2024-25 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. വേക്കൻസി പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേക്കൻസി അറിയാനുള്ള പേജിലേക്ക് പോകാവുന്നതും നിങ്ങളുടെ ജില്ല, അതായത് നിങ്ങൾ ഏത് ജില്ലയിലാണോ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു ജില്ലയും, അതുപോലെ ആ ഒരു ജില്ലയിലെ ഏത് പോളിടെക്നിക് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് കൂടി സെലക്ട് ചെയ്ത് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഓരോ കോഴ്സിലും എത്ര വീതം വേക്കൻസി ഏത് കാറ്റഗറിയിലാണ് ഉള്ളത് എന്നുള്ള കൃത്യമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് GN, അതായത് ജനറൽ കാറ്റഗറിയിൽ മെക്കാനിക്കലിൽ 2 സീറ്റ് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് 2 കോഴ്സുകളിൽ ഓരോ സീറ്റ് വീതം വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കോളേജിലെയും വേക്കൻസി കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നാളെ പോയിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വെബ്സൈറ്റിലെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജിലെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ ഷെഡ്യൂൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നേരെയുള്ള അതായത് ഡൗൺലോഡ് ബട്ടൺ ഇവിടെ കാണാം. ആ ഒരു നീല കളറിലുള്ളതാണ് ഡൗൺലോഡ് ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതേ രീതിയിൽ വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതാണ് അതനുസരിച്ചിട്ടാണ്, അതായത് ബ്രൗസർ ഏതാണ് അതനുസരിച്ചിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇത് ഈ ഒരു റെഗുലർ ഡിപ്ലോമ പ്രൊഫഷണൽ സ്പോട്ട് അഡ്മിഷൻ 2024-25 ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് അതായത് ഈ ഒരു ഏകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിലെ റെഗുലർ ഡിപ്ലോമ കോഴ്സിൽ ഉള്ള ഏതാനും സീറ്റിലേക്ക് 30-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മണി മുതൽ ഏകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകരും പുതുതായിട്ട് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നവരും അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളവരും ബ്രാഞ്ച് മാറ്റമോ സ്ഥാപന മാറ്റമോ ആഗ്രഹിക്കുന്നവരോ ആയ വിദ്യാർത്ഥികൾ നിലവിലെ അഡ്മിഷൻ സ്ലിപ്പ് ഹാജരാക്കേണ്ടതാണ്. നിലവിൽ ലഭ്യമായിട്ടുള്ള ഒഴിവുകൾ പോളിടെക്നിക് സ്ഥാപനാടിസ്ഥാനത്തിൽ, അതായത് പോളിടെക്നിക് അടിസ്ഥാനത്തിൽ വേക്കൻസി പൊസിഷൻ എന്നുള്ള ലിങ്ക് വഴി മനസ്സിലാക്കാം. അതുപോലെ രജിസ്ട്രേഷനായിട്ട് പോകുന്ന സമയത്തും അതുപോലെ അഡ്മിഷനായിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻസും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. SSLC, THSLC അല്ലെങ്കിൽ VHSC മാർക്ക് ലിസ്റ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഇൻകം, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാർ കാർഡ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാലാവധി 3 വർഷമാണ്. EWS നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കാലാവധി 1 വർഷം. വിദ്യാർത്ഥികൾ ഫീസ് അടക്കുന്നതിനായിട്ട് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, ഗൂഗിൾ പേ എന്നീ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. ഫീസ് 4105 രൂപ. PTA ഫണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കണം. അത് 3000 രൂപയാണ് അടക്കേണ്ടി വരിക. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കൃത്യമായിട്ട് എപ്പോഴാണ് ഈ ഒരു അഡ്മിഷന് പോവേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.